ഹായ് ഹലോ മൈ ഡിയർ ഹാപ്പി ഹാർട്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മെഡിറ്റേഷനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അനില സുരേഷ്, ഫൗണ്ടർ ഓഫ് ഹാപ്പി ഹാർട്ട്സ്. ഹാപ്പി ഹാർട്ട്സ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അതേപോലെ തന്നെ ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് മെഡിറ്റേഷനെ കുറിച്ചിട്ടാണ്. എന്താണ് മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വേണ്ടി ഞാൻ മെഡിറ്റേഷൻ എന്താണ് എന്നുള്ളത് വളരെ ലളിതമായി പറഞ്ഞു തരുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. മെഡിറ്റേഷൻ ചെയ്യേണ്ട രീതികളെക്കുറിച്ചും മെഡിറ്റേഷൻ കറക്റ്റായി ചെയ്യേണ്ട രീതികളെക്കുറിച്ച്, മെഡിറ്റേഷൻ എന്താണ്, എങ്ങനെ ചെയ്യണം, മുദ്രകൾ എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒരു പോസ്റ്റർ കണ്ടിട്ടായിരിക്കാം ഈ ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പോസ്റ്ററിൽ പറഞ്ഞതുപോലെ തന്നെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മെഡിറ്റേഷൻ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ഹാപ്പി ഹാർട്ട്സ് എന്നുള്ള ഈ ഒരു ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനുമുള്ള ഒരു പരിശീലനമാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം. ചിന്തകളെ നിയന്ത്രിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. സ്ട്രെസ്സ് കുറയ്ക്കാനും മനസ്സിന് സമാധാനം നൽകാനും മെഡിറ്റേഷൻ നമ്മെ സഹായിക്കും. ജോലിയിലും പഠനത്തിലുമെല്ലാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉറപ്പായും മെഡിറ്റേഷൻ നിങ്ങൾ പരിശീലിച്ചാൽ, കറക്റ്റായി നിങ്ങൾ ചെയ്താൽ നിങ്ങളിൽ ഏകാഗ്രത വർദ്ധിക്കുന്നുണ്ട്. ഉറക്കം മെച്ചപ്പെടുത്താനും നമ്മുടെ കൃത്യമായ ധ്യാനം പരിശീലിച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ്. ആത്മവിശ്വാസം നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കുമല്ലേ? ചില സമയത്തിലെല്ലാം നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകലുണ്ട്. സ്വയം തിരിച്ചറിയാനും പോസിറ്റീവായി ചിന്തിക്കാനും ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ആരോഗ്യകരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുത്താനും ധ്യാനം ചെയ്യുന്നത് കൊണ്ട് സഹായിക്കുന്നുണ്ട്. രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. ദിവസവും ഒരു 10-15 മിനിറ്റ് ശാന്തമായി ഒരിടത്തിരുന്ന് ശ്വാസഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി ആർക്കും ഇത് ശീലിക്കാവുന്നതാണ്. പക്ഷേ ചെയ്യുമ്പോൾ കറക്റ്റായ രീതിയിൽ നമ്മൾ നമ്മുടെ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ആൻഡ് മുദ്രകൾ എല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിന് നൽകുന്ന ഒരു വ്യായാമമാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് കുറച്ചധികം മുദ്രകളുണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. അതിലെ ഏതാനും ചില മുദ്രകളെക്കുറിച്ച് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ കൈവിരലുകൾ പ്രത്യേക രീതിയിൽ വെക്കുന്നതിനെയാണ് മുദ്രകൾ എന്ന് പറയുന്നത്. ശരീരത്തിലെ ഊർജ്ജത്തെ കേന്ദ്രീകരിക്കാൻ ഇവ സഹായിക്കുന്നു. പ്രധാനപ്പെട്ട ചില മുദ്രകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരട്ടെ? നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഫസ്റ്റ് മുദ്ര എന്ന് പറയുന്നത് ചിന്മുദ്രയാണ്. ചിന്മുദ്ര ചൂണ്ടുവിരലിൻ്റെ അഗ്രം തള്ളവിരലിൻ്റെ അഗ്രവുമായി തൊട്ടുവയ്ക്കുക. ബാക്കി 3 വിരലുകൾ നിവർത്തി വയ്ക്കുക. ഇത് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അടുത്തത് ധ്യാനമുദ്ര. ഇടതു കൈ പത്തിക്ക് മുകളിൽ വലതു കൈ പത്തി വെച്ച് 2 തള്ളവിരലുകളും തമ്മിൽ മുട്ടിക്കുക. ഇത് മനസ്സിന് ആഴത്തിലുള്ള ശാന്തത നൽകുന്നു. അടുത്തത് അഞ്ജലി മുദ്ര. 2 കൈകളും നെഞ്ചിനു നേരെ ചേർത്ത് പിടിക്കുക. നമ്മൾ നമസ്തേ പറയുന്നത് പോലെ. ഇത് മനസ്സിനെ എളിമയുള്ളതാക്കാനും ഒരു ബാലൻസ് കൊണ്ടുവരാനും സഹായിക്കുന്നു. ഇനി പോകെ നമ്മുടെ മെയിൻ ഗ്രൂപ്പിലുള്ള മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മുദ്രകളെക്കുറിച്ച് പറഞ്ഞു തരുന്നതാണ്. ഇനി നിങ്ങൾ ധ്യാനം എങ്ങനെ കറക്റ്റായി ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബേസ് ഞാൻ തരാം. ശാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. നട്ടെല്ല് നേരെയാക്കി സുഖകരമായ രീതിയിൽ ഇരിക്കുക. നിലത്തോ കസേരയിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാം. കംഫർട്ടായിട്ട് നിങ്ങൾ ഇരിക്കുക. കണ്ണുകൾ സാവധാനം അടയ്ക്കുക. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും അത് അനുഭവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ശ്വാസത്തിൻ്റെ ആ ഒരു യാത്ര, നിങ്ങളുടെ ശരീരത്തിന് ഉള്ളിലേക്ക് പോകുന്ന ആ ഒരു യാത്ര, പുറത്തേക്ക് വരുന്ന യാത്ര കറക്റ്റായി മനസ്സിലാക്കുക.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചിന്തകളെ തടയരുത്. ധ്യാനിക്കുമ്പോൾ ചിന്തകൾ വരുന്നത് സ്വാഭാവികമാണ്. അവയെ തടയാൻ ശ്രമിക്കാതെ ഒരു സാക്ഷിയെ പോലെ നോക്കി നിൽക്കുക. ചിന്തകൾ വരുമ്പോൾ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ 5-10 മിനിറ്റ് മാത്രം സമയം നിങ്ങൾ ചിലവഴിച്ചാൽ മതിയാകും. പോകെ പോകെ നമുക്ക് സമയം വർദ്ധിപ്പിക്കാം. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഈ ധ്യാനം എപ്പോൾ ചെയ്യണമെന്നുള്ളത്. ഇല്ലേ? മെഡിറ്റേഷൻ സാധാരണയായി 2 സമയങ്ങളിലാണ് ചെയ്യുന്നത്. ഒന്ന് രാവിലെ, മറ്റൊന്ന് രാത്രി. രാവിലത്തെ മെഡിറ്റേഷൻ പുലർച്ചെ 5 to 7 ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. മനസ്സിനെ ശാന്തമാക്കാനും ദിവസം മുഴുവൻ നിലനിൽക്കുന്ന പോസിറ്റീവ് എനർജി നൽകാനും സഹായിക്കുന്നു. ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല സമയം ഇതാണ്. ഇത് ചെയ്തതുകൊണ്ട് നമുക്ക് പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ഉന്മേഷം വർദ്ധിക്കുന്നുണ്ട്. ഇനി രാത്രിയിലാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നത്തെ ദിവസത്തെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും പേശികൾക്ക് അയവ് നൽകാനും സഹായിക്കുന്നുണ്ട്. ഇത് ആഴത്തിലുള്ള ഉറക്കം ലഭിക്കാൻ ഉത്തമമാണ്. നമ്മളുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ചിന്തകളെയെല്ലാം ശാന്തമാക്കി മനസ്സിനെ വിശ്രമിക്കാൻ പാകപ്പെടുത്തുന്നത് രാത്രി ചെയ്യുന്ന മെഡിറ്റേഷനിലൂടെയാണെന്നാണ് പഠനങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടാവും, ഏത് സമയമാണ് നല്ലത് എന്നത്, അല്ലേ? 2 സമയത്തും ചെയ്യുന്നത് ഗുണകരമാണ്. എന്നാൽ ഉന്മേഷത്തോടെ ഇരിക്കാൻ രാവിലെയും നല്ല ഉറക്കത്തിന് രാത്രിയും തിരഞ്ഞെടുക്കാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടാകും, ഒറ്റയ്ക്കാണോ അതോ ഗ്രൂപ്പായിട്ടാണോ ധ്യാനിക്കേണ്ടത് എന്നത്. ശരിക്കും ഒറ്റയ്ക്ക് ധ്യാനം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ്. എന്നിരുന്നാലും മെഡിറ്റേഷൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങ് ഗുണകരമാണ് ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ചിത് ചെയ്യണമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞു തരട്ടെ. ഒന്നാമത്തെ കാര്യം, കൂട്ടായ ഊർജം, കളക്റ്റീവ് എനർജി. പല വ്യക്തികൾ ഒരേ ലക്ഷ്യത്തോടെ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ അവിടെ വലിയൊരു പോസിറ്റീവ് എനർജി രൂപപ്പെടുന്നു. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ മനസ്സ് പെട്ടെന്ന് അലഞ്ഞു തിരിയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും ശാന്തമായി ഇരിക്കുന്നത് കാണുമ്പോൾ, എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് അറിയാതെ തന്നെ ആ ശ്രദ്ധയിലേക്ക്, ആ ശാന്തതയിലേക്ക് എത്തും. രണ്ടാമത്, കൃത്യനിഷ്ഠ, കൺസിസ്റ്റൻസി. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഇന്ന് വേണ്ട നാളെ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു മടി വരാൻ എളുപ്പമാണ്, അതിനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകുമ്പോൾ, മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും അത് ചെയ്യാനുള്ള ഒരു പ്രേരണ ലഭിക്കും. ഈ മോട്ടിവേഷൻ നമ്മളെ ദിവസവും ധ്യാനിക്കാൻ സഹായിക്കുന്നു. മൂന്നാമത്, അനുഭവങ്ങൾ പങ്കുവയ്ക്കാം, ഷെയർഡ് എക്സ്പീരിയൻസസ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ ചോദിക്കാനും ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ഗ്രൂപ്പ് സഹായിക്കുന്നു. മറ്റൊരാളുടെ അനുഭവം കേൾക്കുന്നത് നമുക്ക് പുതിയ പുതിയ അറിവുകൾ നൽകും. അടുത്തതായി, പരസ്പര പിന്തുണ, സപ്പോർട്ട് സിസ്റ്റം. തുടക്കക്കാർക്ക് ധ്യാനം ഒരു വെല്ലുവിളിയായി തോന്നാം. എന്നാൽ ഒരു ഗ്രൂപ്പിൽ നമുക്ക് പരസ്പരം സഹായിക്കാം. ഒരാൾ തളരുമ്പോൾ മറ്റൊരാൾക്ക് കൈത്താങ്ങായി ഈ കൂട്ടായ്മയിലൂടെ സാധിക്കും. സോ നമുക്ക് ഒരുമിച്ച് ഒരു മെഡിറ്റേഷൻ തുടങ്ങാം. ഒരു തുള്ളി വെള്ളത്തിന് പെട്ടെന്ന് വറ്റിപ്പോകാൻ സാധിക്കും. എന്നാൽ അത് കടലിൻ്റെ ഭാഗമാകുമ്പോൾ അതിന് വലിയ ശക്തി ലഭിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ കൊച്ചു ഗ്രൂപ്പിലൂടെ നമുക്ക് പരസ്പരം സഹായിച്ച് ഒരു വലിയ പോസിറ്റീവ് മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരാം. ഇന്നു മുതൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിച്ചു തുടങ്ങാം. നിങ്ങൾ റെഡിയാണോ? റെഡിയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ റെഡി എന്ന് മെസ്സേജ് ഇടും. അതേപോലെ തന്നെ നമ്മുടെ മെഡിറ്റേഷൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആരെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. സോ വെൽക്കം വൺസ് അഗൈൻ ഓൾ ഓഫ് യു. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് മെഡിറ്റേഷൻ ചെയ്യാം. ശാന്തമായ ഒരു മനസ്സിന് ഏതു വലിയ പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു തീരുമാനമായിരിക്കും മെഡിറ്റേഷൻ ചെയ്യുന്നു എന്നുള്ളത്.